വിലയുടെ വിവിധ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടനാട് കൈലാസ് നഗരത്തിലുള്ള പ്രോഗ്രസീവ് ലൈബ്രറിയിലാണ്. വായനക്കാർക്ക് നല്ല വിശാലമായ ഒരു വായനശാല ഒരുക്കി ഈ കൈലാസ് നഗർ ലൈബ്രറിയിൽ ലക്ഷങ്ങൾ വിലയുള്ള പുസ്തകങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരത്തോടെ കൈലാസമറ്റത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു ലൈബ്രറിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ ജെറ്റോ ജോസ് ആണ്. ലൈബ്രറിയിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാർ വന്ന് പുസ്തകം വായനയും പിന്നെ നാട്ടുകാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞ് ടി വി എല്ലാം കണ്ട് പോകുന്ന ഒരു രീതിയുണ്ട്. സൗഹൃദ വേദി കൂടി അല്ലേ? വേദിയും കൂടെയാണ്. പിന്നെ വനിതകൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ വനിതകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂംബ ഡാൻസ് ഉണ്ട്. അത് എല്ലാ വ്യാഴാഴ്ചയുണ്ട്. അതുപോലെ തന്നെ വനിതാ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കുന്ന മെമ്പറായിരുന്നപ്പം സ്ഥാപിച്ചാണത്. ആ രീതിയിൽ അതും നല്ല രീതിയിൽ പോകുന്നു. 15ഓളം വനിതകൾ മ്യൂസിക് ക്ലബ്ബ് നമ്മുടെ സെക്രട്ടറി കണക്കാട്ട് റോയ് സാറാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. ഏകദേശം ഒരു 25ഓളം പേര് ഇവിടെ വേലിയാ പഞ്ചായത്തിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്ന് വന്ന് ഇവിടെ മ്യൂസിക് ക്ലബ്ബിൽ പാടാനായിട്ട് വന്നുന്നുണ്ട്. നല്ല അവർക്ക് പ്രാക്ടീസ് ആയപ്പോഴത്തേന് നല്ല പാട്ടുകാരായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇടനാട് കൈലാസ് നഗരത്തെ ഈ പ്രോഗ്രസീവ് ലൈബ്രറിയുടെ സ്ഥാപകൻ പിണക്കാട്ട് ശ്രീ PT ജോൺ സാറാണ്. അദ്ദേഹമാണ് ആദ്യത്തെ ഈ ലൈബ്രറിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. അദ്ദേഹം 3 സെന്റ് സ്ഥലം ഈ പ്രോഗ്രസീവ് ലൈബ്രറിക്കായി ദാനം ചെയ്യുകയുണ്ടായി. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അട്ടപ്പാട്ട് ശ്രീ AM ഡൊമിനിക് സാറായിരുന്നു. ഇവരുടെ സേവനങ്ങളെ ഈ നാട് എന്നും ഓർത്തു. വായിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഏതാണ്ട് ഒരു 30 പേരോളം പുസ്തകം എടുക്കുന്നുണ്ട്. വന്നിരുന്ന് വായിക്കാറുണ്ട്. അതെ അതെ. നമുക്കും മുകളിലുള്ള സൗകര്യം എന്തൊക്കെയായിരിക്കും? അവിടെയും പുസ്തകങ്ങൾ മുകളിൽ നമുക്കൊരു ചെറിയ ഓഡിറ്റോറിയം ഉണ്ട്. അതെ, അതിന് മുകളിലൊരു വനിതാ ജിംനേഷ്യം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തന സമയം എങ്ങനെയാണ് സാർ? പ്രവർത്തന സമയം വൈകിട്ട് 5 മുതൽ 8 മണി വരെ. 8 മണി വരെയാണ്. ശരി. നമ്മുടെ വയോജനങ്ങൾക്ക് കൂടെ ഒരു പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലേ? ഫുള്ളായിട്ട് വൈകിട്ട് വയോജനങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന പരസ്പരം സംസാരിക്കുക ഇടപെടുക ഒക്കെ ചെയ്യാറുണ്ട്. അവർക്കൊക്കെ അതിനുള്ള ഒരു വേദി നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. പിന്നെ മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സാർ കൂടുതലായിട്ടുള്ളത്? ഇവിടെ ഇപ്പം മാസത്തിലൊരിക്കല് ഒരു മ്യൂസിക് ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. മ്യൂസിക് ക്ലബ്ബ് ഉണ്ട്. അതെ, പാട്ട് പാടാനും കേൾക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വന്ന് കരോക്കെ ഗാനങ്ങൾ ആലപിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഡാൻസ് നടത്താറുണ്ട്. ഓണാഘോഷ പരിപാടി ഉണ്ട്. എല്ലാ വർഷവും ഓണാഘോഷ പരിപാടികൾ നടത്താറുണ്ട്. എല്ലാവർക്കും പ്രോഗ്രസീവ് ലൈബ്രറി ഓണാശംസകൾ നേരുന്നു. നന്ദി. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം കാണാം. Till then, bye.